ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലടാ? ഹലോ. അതെ അതെ. സോ നമ്മൾ ലാസ്റ്റ് നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ എല്ലാ അൺസൂപ്പർവൈസ്ഡിൽ ഗ്രോസറി ഈ ഒരു ഡാറ്റ സെറ്റ് ആയിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ അതവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് നമുക്ക് ഡീപ്പ് ലേണിലേക്ക് കിടക്കാം കേട്ടോ. സോ ഇവിടെ ഒരു ഇവിടെ ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഡീപ്പ് ലേണിംഗ്. സോ എന്താണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ മെഷീൻ ലേണിംഗും ഡീപ്പ് ലേണിംഗും തമ്മിലുള്ള ഡിഫറൻസ്? മെഷീൻ ലേണിംഗ് എന്താ? ഹ്യൂമൻസിനെ ലേൺ ചെയ്യുന്ന പോലെ തന്നെ മെഷീൻസ് ഇപ്പൊ ഒരു കമ്പ്യൂട്ടറെ നമ്മൾ ലേൺ ചെയ്യിപ്പിക്കുന്നു. സോ ഒരു അൽഗോരിതംസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഇത് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിന്റെ തന്നെ സബ്സെറ്റ് ആണ്. ഓക്കെ. സോ സബ്സെറ്റ് ഓഫ് എന്താണ് മെഷീൻ ലേണിംഗ് ആണ് എന്ത് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ മെഷീൻ ലേണിംഗിന്റെ സബ്സെറ്റ് ആണ്. ദെൻ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് എന്താ? എ ഐന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇത് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. എ ഐന്റെ ഉള്ളിൽ പെടുന്ന ഒരു ടോപ്പിക്കാണ് ഇത് മെഷീൻ ലേണിംഗ്. അതിന്റെ ഉള്ളിലുള്ളതാണ് ഇത് ഡീപ്പ് ലേണിംഗ് വരുന്നത്. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുക നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനെ ഇൻസ്പയർ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് എന്ത് ഈ ഒരു ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഡീപ്പ് ലേണിംഗ് യൂസസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അതിനെ നമ്മൾ ANN എന്നും പറയും കേട്ടോ. ANNs. ദെൻ ANN മാത്രമല്ല, അതിന് പല ലെയേഴ്സ് ഉണ്ട്. ഓക്കെ. അതിനെയാണ് ഈ ഡീപ്പ് എന്ന് മീൻ ചെയ്യുന്നത് കേട്ടോ. വിത്ത് മെനി ലെയേഴ്സ്. കുറച്ചധികം ലെയേഴ്സ് ഉള്ള ഒരു എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുവാണ് ക്രിയേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. ഡീപ്പ്. അതുകൊണ്ടാണ് ഡീപ്പ് എന്ന് പറഞ്ഞ മീൻ വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഓട്ടോമാറ്റിക്കലി പാറ്റേൺസ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടും ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെന്ന് അത് ഐഡന്റിഫൈ ചെയ്ത് ലെയേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ടു ഓട്ടോമാറ്റിക്കലി learn patterns and representations from large amounts of data. ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയിന്ന് എന്ത് ചെയ്യാൻ പാറ്റേൺസ് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കും. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? കുറച്ച് ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡീപ്പ് ലേണിംഗ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡീപ്പ് ലേണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ബ്രെയിൻസിൽ നമ്മൾ ചെറിയ ബയോളജി ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ന്യൂറോൺസ് എന്ന് പറയും. ഓക്കെ. സോ ആ ന്യൂറോണിന്റെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്.
നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസും അതേപോലെ തന്നെ ഡീപ്പ് ലേണിംഗ് മോഡൽ സെയിം ആയിട്ട് ന്യൂറോണിന് സിമിലർ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക കേട്ടോ. അതിന് നമ്മൾ നോഡ്സ് എന്നും പറയും. സോ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. സോ ഓരോ ലെയറും എന്താണ് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ആ കോംപ്ലക്സ് ഫീച്ചേഴ്സിനെ എന്ത് ചെയ്യും, ഓരോ ലെയർ ബൈ ലെയർ പോണതിനനുസരിച്ചിട്ട് ആ ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഡാറ്റയിൽ നിന്ന് ഡീപ്പായിട്ട് ഇങ്ങനെ ലൈക്ക് ഓരോ ലെയർ ആകുമ്പോഴേക്കും അത് ഡീപ്പായിട്ട് ഇങ്ങനെ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഓരോ ലെയർ ബൈ ലെയർ എത്തുമ്പോൾ ഇൻക്രീസ് നമ്മൾ ആ ഡാറ്റയെ കുറിച്ച് ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഓരോ ലെയേഴ്സിലും എന്താണ് കോംപ്ലക്സ് ഫീച്ചേഴ്സ്, ആ ഡാറ്റയിലുള്ള കോംപ്ലക്സ് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇൻസ്പയർഡ് ബൈ. സോ ഹ്യൂമൻ ബ്രെയിനിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ സിമിലർ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബ്രെയിൻ, അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് അവർ ബ്രെയിൻ, ഏതാണെങ്കിലും ഓക്കെയാണ് കേട്ടോ. യൂസസ് interconnected neurons ഡീപ്പ് ലേണിംഗ് മോഡൽസ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഒരു ML മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡീപ്പ് ലേണിംഗ് മോഡൽസും ക്രിയേറ്റ് ചെയ്യും. യൂസ് ചെയ്യുന്നത് എന്താ, ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ലൈക്ക് അതിനെ നമ്മൾ എന്ത് പറയും, നോഡ് എന്നും പറയും, നോഡ്സ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിനെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ലെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറേഞ്ച് ഇൻ ലെയേഴ്സ്. സോ ഓരോ ലെയറും എന്ത് ചെയ്യും, ഓരോ ലെയർ ബൈ ലെയർ പോകുന്നതിനനുസരിച്ച്, ആ ഡാറ്റ കടന്നു പോകുന്നതിനനുസരിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഈച്ച് ലെയർ extracts increasingly complex features from the data. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനെ ഇമിറ്റേറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഡീപ്പ് ലേണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലെന്താണ് നമ്മുടെ ബ്രെയിനിൽ ഇന്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂറോൺസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് അല്ലെങ്കിൽ നോഡ്സ് എന്ന് പറയുന്ന ആ ഒരു ടേം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഡീപ്പ് ലേണിംഗ് മോഡൽസ് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ അത് ആ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ലെയേഴ്സ് ആയിട്ട് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ദെൻ ഓരോ ലെയറും എന്താണ് എക്സ്ട്രാക്ട് ചെയ്യും, ആ ഒരു ഡാറ്റേൻ്റെ കോംപ്ലക്സ് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് വരുന്നത് ഓട്ടോമാറ്റിക്കലി ഫീച്ചറിനെ എക്സ്ട്രാക്ട് ചെയ്തോളും. നമ്മൾ ML എന്താണ് മാനുവലി ഫീച്ചർ എഞ്ചിനീയറിങ്, അതേപോലെ തന്നെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കളർ, എഡ്ജ്, സൈസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. സോ അത് ആ ഒരു ട്രഡീഷണൽ MLനേക്കാളും കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഓട്ടോമാറ്റിക് ഫീച്ചർ extraction. ഓക്കെ, ഓട്ടോമാറ്റിക് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആണ് ഡീപ്പ് ലേണിംഗിൽ വരുന്നത്. സോ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ML യൂസ് ചെയ്യുന്നേക്കാളും ട്രഡീഷണൽ ML നമ്മളെന്താണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അതായത് എഞ്ചിനീയറിംഗ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ അത് ഓട്ടോമാറ്റിക്കലി ഡീപ്പ് ലേണിംഗിൽ ചെയ്തു. ഓക്കെ, റൈറ്റ് ഫീച്ചേഴ്സ്, അതായത് ഓരോ റോ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള റൈറ്റ് ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്ത് പോയിക്കോളും. ഓക്കെ, സോ ഇതാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. സോ വി
ട്രഡീഷണൽ ML എന്താണ്, നമുക്ക് മാനുവലി we need to manually select or engineer features. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കളർ കാര്യങ്ങളൊക്കെ കേട്ടോ, കളർ കോമ എഡ്ജസ്, ഇതേപോലെ സൈസ് അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ബട്ട് ഇൻ കേസ് ഓഫ് ഡീപ്പ് ലേണിംഗ്, the network automatically learns the right features from raw data. ഓക്കെ, നമ്മൾ ആ റോ ആയിട്ടുള്ള ആ ഒരു ഡാറ്റയിൽ നിന്ന് തന്നെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്ത് കൊടുത്തോളും, നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. സോ നമ്മൾ ML മാനുവലി കൊടുക്കുന്ന പോലെ നമ്മൾ അധികം കാര്യങ്ങളും ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ടി വരുന്നില്ല. ഇവിടെ ഡീപ്പ് ലേണിംഗിൽ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്തോളും, കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. സോ ഡീപ്പ് ലേണിംഗിൽ വരുമ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ലെയേഴ്സ് വരുന്നുണ്ട്, മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ലേണിംഗ്. അതാണ് നെക്സ്റ്റ് ഫീച്ചേഴ്സ് വരുന്നത്. മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ലേണിംഗ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷാലോ മോഡലാണ്. ഒരു സിമ്പിൾ റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ള ഒരു മോഡലിനെയാണ് എന്ത് പറയുക, ഷാലോ മോഡൽ എന്ന് പറയുക കേട്ടോ. സ്റ്റാർട്ട് പോവാണ് കേട്ടോ. അതിന്റെ സബായിട്ട് ഓരോ മോഡലിനെ കുറിച്ച്, ഷാലോ മോഡൽ അതായത് ML മോഡലിനും ഡീപ്പ് ലേണിംഗ് മോഡലിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. സോ അത് ഞാനിങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഷാലോ മോഡലാണെന്ന് പറഞ്ഞത്. ഷാലോ മോഡൽ അതായത് നമ്മൾ സിമ്പിളായിട്ട് ML വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഷാലോ മോഡൽ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു മോഡലിൽ ലേൺ ചെയ്യുന്നത്. ലേൺ സിമ്പിൾ റിലേഷൻഷിപ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഡീപ്പ് ലേണിങ്ങിന്റെ കേസിൽ വരുമ്പോൾ എന്താണ് ഡിഫറൻസ്. ഇനി ഡീപ്പ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡീപ്പ് ലേണിങ്ങിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡല്, നമ്മൾ ഡാറ്റേനെ നമ്മൾ ഓരോ ലെയേഴ്സ് ത്രൂ പാസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു അല്ലേ. സോ നമുക്കൊരു ഒരു സ്റ്റാർട്ടിങ് ഒരു ലെയർ ഉണ്ടാവും, ഇതേപോലെ എൻഡിങ് ഒരു ലെയർ ഉണ്ടാവും, ദെൻ അതിൻ്റെ ഇടയിൽ ഒരു ഹിഡൻ ലെയേഴ്സ് ഉണ്ട്. സോ ഒത്തിരി ഹിഡൻ ലെയേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ ഡാറ്റ ഒത്തിരി കോംപ്ലക്സ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി സെൻട്രലിൽ ഒത്തിരി ലെയേഴ്സ് വരാനുള്ള ചാൻസസ്. ഇൻപുട്ട് ലെയർ, ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഹിഡൻ ലെയേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഹിഡൻ ലെയേഴ്സ് നമ്മുടെ ഡാറ്റേൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും ഹിഡൻ ലെയേഴ്സ് ഉണ്ടാവും. സോ അതിൽ കൂടിയൊക്കെ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഓരോ ലെയറും എന്ത് ചെയ്യും, ഇൻപുട്ട് ഡാറ്റ അല്ലെങ്കിൽ ആ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ അബ്സ്ട്രാക്ട് ചെയ്യും. നമ്മളിപ്പോൾ ഇമേജ് റെക്കഗ്നീഷൻ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇമേജ് റെക്കഗ്നേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ലെയറിൽ എന്തായിരിക്കും, ആ ഒരു ഇമേജിന്റെ എഡ്ജസ് അതായത് അതിന്റെ കോർണേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമായിരിക്കും ചെയ്യുന്നത്. ദെൻ ഷേപ്പ് ഡിറ്റക്ട് ചെയ്യും, അതേപോലെ തന്നെ ഒബ്ജക്റ്റ്. സെക്കൻഡ് ലെയറിൽ ഷേപ്പ് ആയിരിക്കും, തേർഡ് ലെയറിൽ ഒബ്ജക്റ്റ് ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ഓരോ ഫീച്ചേഴ്സ് ആയിരിക്കും എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അത് നമ്മൾ മാനുവലി പറഞ്ഞു കൊടുത്തിട്ടാവില്ല, ബട്ട് ഡീപ്പ് ലേണിംഗിൽ വരുമ്പോഴേ അത് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്തോളും. ഓക്കെ, അതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുവാണ്, പാസ് ത്രൂ മെയിനായിട്ട് 3 ലെയേഴ്സ് ആണ് പറയുമെങ്കിലും ഹിഡൻ ലെയേഴ്സ് എത്ര വേണമെങ്കിലും വരാം. ഓക്കെ, ഇൻപുട്ട് ലെയർ, ഔട്ട്പുട്ട് ലെയർ, ദെൻ ഇൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് നമുക്കൊരു ഹിഡൻ ലെയറും കൂടി ഉണ്ട്. സോ ഹിഡൻ ലെയേഴ്സ് ചിലപ്പോൾ മൾട്ടിപ്പിൾ ഹിഡൻ ലെയേഴ്സ് അതിൻ്റെ ഇടയിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഒത്തിരി ഹിഡൻ ലെയേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. പാസ് ത്രൂ മെനി ഹിഡൻ ലെയേഴ്സ് where each layer transforms the input into a more abstract representation. Okay, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ
നമുക്ക് എന്ത് പറയാം, ഈ ഇമേജിന്റെ തന്നെ എടുക്കാം. ഇമേജ് റെക്കഗ്നിഷൻ. ഫസ്റ്റ് വൺ ഇതായിരിക്കും, കോമറ്റ് പോവാണ് കേട്ടോ. ഫസ്റ്റ് ലെയർ 1 കൺസിഡർ ചെയ്യുക. ലെയർ 1 എന്തായിരിക്കും, എഡ്ജസ് ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഡിറ്റക്ട്സ് ലെയർ, സോറി എഡ്ജസ്. സോ എഡ്ജസ് ഡിറ്റക്ട് ചെയ്യും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലെയർ 2 ആണ്. സെക്കൻഡ് ലെയർ വരുമ്പോൾ നെക്സ്റ്റ് ഫീച്ചർ ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. ഡിറ്റക്ട്സ് ഷേപ്സ്, എന്തൊക്കെ ഷേപ്സ് ആണുള്ളത് എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യും. ദെൻ ലെയർ 3 വരുമ്പോൾ എന്തായിരിക്കും, മേ ബി ഒബ്ജക്ട് ഡിറ്റക്ഷൻ ആയിരിക്കാം വരുന്നത്. സോ ഡിറ്റക്ട്സ് ഇതാണ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാറ്റ് ആവാം, ഡോഗ് ആവാം, കാർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. സോ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ബട്ട് ഓരോ ലെയേഴ്സിൽ ഓരോ ഫീച്ചേഴ്സ് നമ്മൾ ആ ഒരു ഡാറ്റയെ കുറിച്ച് ഡീപ്പായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഹിഡൻ ലെയേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡീപ്പായിട്ട് നമ്മുടെ ഡാറ്റയെ പഠിക്കുവാണ് കേട്ടോ അവിടെ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് വരുന്നത്, ഫോർത്ത് പോയിന്റ് ആണ് പറയുന്നത്, നമുക്ക് ഒത്തിരി വലിയ ഡാറ്റ വേണ്ടി വരും. അതേപോലെ തന്നെ വലിയ ഡാറ്റ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്താണ്, അത്രയും കമ്പ്യൂട്ടേഷണൽ പവറും കൂടി നമുക്ക് വേണ്ടി വരും. അതൊരു അഡ്വാൻറ്റേജ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിക്വയേഴ്സ് ലാർജ് ഡാറ്റ ആൻഡ് കമ്പ്യൂട്ടേഷണൽ പവർ, അതിൻ്റെ കമ്പ്യൂട്ടിംഗ് പവർ. ഓക്കെ, സോ ഡീപ്പ് ലേണിംഗ് മോഡൽസ് എന്ന് പറയുമ്പോൾ വലിയ ഡാറ്റ വേണം. സോ പവർഫുൾ ഹാർഡ്വെയറും കൂടി നമുക്ക് ട്രെയിനിങ് ചെയ്യണമെങ്കിൽ, വലിയ ഡാറ്റ സെറ്റ് ആകുമ്പോൾ അതിനെ ട്രെയിനിങ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബാക്കപ്പ് അല്ലെങ്കിൽ മെമ്മറി വേണം. സോ അതുകൊണ്ടാണ് നമുക്ക് അത്രയും കമ്പ്യൂട്ടിംഗ് പവർ ഉള്ള സിസ്റ്റം വേണമെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. സോ GPUs TPUs ഒക്കെയാണ് ട്രെയിനിങ്ങിന് നമ്മൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യാം. ഡീപ്പ് ലേണിംഗ് മോഡൽസ് typically need big data and powerful hardware വേണം. ലൈക്ക് ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അത്ര വലിയ ഡാറ്റ ഒന്നും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നില്ല, ചെറിയ ഡാറ്റ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ അത് ഒരു ഇഷ്യൂ വരില്ല, ബട്ട് ഫ്യൂച്ചറിൽ വേണ്ടി വരും. ഓക്കെ, സോ GPUs ആൻഡ് TPUs ഫോർ ട്രെയിനിങ്. അതാണ് ഫോർത്ത് പോയിന്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഡീപ്പ് ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ ആയിരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞു നോക്കിയേ. ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വിഷൻ. കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പ്യൂട്ടറിന്റെ കണ്ണാണ്. ഓക്കെ, കമ്പ്യൂട്ടറിന് നമ്മൾ ഹ്യൂമൻസിനെ പോലെ കാണാൻ പറ്റില്ലല്ലോ. സോ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കമ്പ്യൂട്ടർ എന്താണോ കാണുന്നത് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വരുന്നത്. സോ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ കണ്ണ്. ഓക്കെ, അതായത് ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോസ് വെച്ചിട്ട് ഒക്കെ നമ്മൾ ഒബ്ജക്ട് ഡിറ്റക്ഷൻ, ഫേസ് റെക്കഗ്നീഷൻ ഒക്കെ ചെയ്യൂലേ. സോ അതൊക്കെയാണ് കമ്പ്യൂട്ടർ വിഷനിൽ വരുന്നത് കേട്ടോ. ഇമേജ് ക്ലാസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഇമേജ് ക്ലാസിഫിക്കേഷൻ, അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താ വരിക, ഒബ്ജക്ട് ഡിറ്റക്ഷൻ വരാം. ഒബ്ജക്ട് ഡിറ്റക്ഷൻ, പിന്നെ അതിൽ വരുന്ന ഫേസ് റെക്കഗ്നേഷൻ വേണമെങ്കിൽ ഫേസ് റെക്കഗ്നേഷൻ. ഓക്കെ, സോ ഇതൊക്കെ കമ്പ്യൂട്ടർ വിഷനിൽ വരാം. ദെൻ നെക്സ്റ്റ് അതിൽ വരുന്നതാണ് ഇത് NLP എന്ന് പറയും, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഇതിനെയാണ് എന്ത് പറയുക, NLP എന്ന് പറയുക കേട്ടോ. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, NLP എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ ചാറ്റ് ബോട്ട്സ് ഒക്കെ പോലെ ChatGPT ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, സെന്റിമെന്റ് അനാലിസിസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് എന്താ പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഈവൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആവാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആവാം, നമ്മുടെ ട്രാൻസ്ലേറ്റർ, ചിലപ്പോൾ സ്പീച്ച് ടു ടെക്സ്റ്റ് ആവാം, ടെക്സ്റ്റ് ടു സ്പീച്ച് ആവാം. സോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇതിൽ NLP വരുന്ന പോർഷൻ കേട്ടോ. എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ ചാറ്റ് ബോട്ട്സ് പറയാം, അതേപോലെ
ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ അതിൽ കൊടുക്കാം. അതേപോലെ സെന്റിമെന്റ് അനാലിസിസ് അതേപോലെ നമ്മൾ ടെക്സ്റ്റ് ഡാറ്റയിൽ എന്താ പറയുക, ഇപ്പൊ നമ്മൾ ഫീഡ്ബാക്ക് എടുത്തു എന്ന് വിചാരിക്കാം. നമ്മളൊരു മൂവീന്റെ ഫീഡ്ബാക്ക് എടുത്തെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ആയിരിക്കും ചിലപ്പോൾ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് ഓറലി ഉള്ള ഒരു വോയിസ് ആയിരിക്കും. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് NLP വരുന്നത് കേട്ടോ. ദെൻ വേണമെങ്കിൽ സ്പീച്ച് റെക്കഗ്നിഷൻസ് ഏതായാം. അതേപോലെ ഹെൽത്ത് കെയർ ആണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഹെൽപ്ഫുൾ ആവുക ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ. ഹെൽത്ത് കെയറിൽ മെയിൻലി എന്തായിരിക്കും, ഡിസീസ് ഫൈൻഡ് ചെയ്യാനോ? ഡിസീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഡ്രഗ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഡിസീസ് ഡിറ്റക്ഷൻ, അതേപോലെ തന്നെ ഡ്രഗ് ഡിസ്കവറി. നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി ML മോഡൽസിൽ നമുക്ക്, അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് മോഡൽസിലൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഓട്ടോണോമസ് വെഹിക്കിൾസ്, സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഒക്കെ നമുക്ക് ഡീപ്പ് ലേണിംഗിൽ എക്സാമ്പിൾസ് പറയാൻ പറ്റും കേട്ടോ. സോ ഓട്ടോണോമസ് വെഹിക്കിൾസ്, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഇതൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻസ്, ഡീപ്പ് ലേണിങ്ങിന്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ഇനി ഡീപ്പ് ലേണിങ്ങും MLും തമ്മിലുള്ള ഡിഫറൻസ് പറയുവാണെങ്കിൽ, മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്തെടുക്കുന്നു. ബട്ട് ഹ്യൂമൻ ഗൈഡൻസിന്റെ ഒപ്പമാണ് എന്ത് ചെയ്യുന്നത്, മെഷീൻ ലേണിംഗ് ലൈക്ക് പ്രിഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഡീപ്പ് ലേണിംഗിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ലേൺ ചെയ്യുമോ, ആ ഒരു ഡാറ്റ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ബൾക്ക് ഓഫ് ഡാറ്റ വെച്ചിട്ട് ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ അതിന്റെ പാറ്റേൺസ് ഡയറക്ട്ലി ആ റോ ഡാറ്റയിൽ തന്നെ എന്ത് ചെയ്യുവാണ്, ഫീച്ചേഴ്സും പാറ്റേൺസും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുവാണ്, അല്ലെങ്കിൽ അത് തന്നെ പഠിച്ചെടുക്കുക. നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കൂലേ, കുറേ എന്താ പറയുക കാർഡ്സ് ഒക്കെ വെച്ചിട്ട് ഇത് ഇന്നതാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, നമ്മൾ എനിമൽസിന്റെ പഠിപ്പിച്ചു കൊടുക്കാന്ന് വിചാരിക്കുക, ഡോഗിന്റെയും കാറ്റിന്റെയും പിക്ചർ വെച്ചിട്ട് അത് കുട്ടികൾ തന്നെ എന്ത് ചെയ്യുവാണ്, അനലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് എടുക്കുവാണ് അല്ലേ. സോ ഇന്ന എന്താ പറയാ, ഇപ്പൊ ഡോഗിനാണെങ്കിൽ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരാം, നീണ്ട മൂക്കുണ്ട് എന്നുള്ളതൊക്കെ എന്താണ് ആ ഒരു പിക്ചർ കാർഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, പഠിപ്പിച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് അല്ലേ. സോ അവർ തന്നെ പഠിച്ചെടുക്കുന്നുണ്ട് അതിൽ. ആ ഒരു സെയിം പാറ്റേൺ ആണ് എന്തിലും വരുന്നത്, ഡീപ്പ് ലേണിംഗിലും വരുന്നത്. അതാണ് മേജർ ഡിഫറൻസ് വരുന്നത് കേട്ടോ. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ML and DL. ML എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഹ്യൂമൻസിന്റെ അല്ലെങ്കിൽ ലേൺസ് ഫ്രം ഡാറ്റ ബട്ട് ഓഫൻ നീഡ്സ് ഹ്യൂമൻ ഗൈഡൻസ്. അതാണ് മെഷീൻ ലേണിംഗിന്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ്. ലൈക്ക് നമ്മൾ ഫീച്ചർ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ, ഫീച്ചർ എഞ്ചിനീയറിംഗ്. ദെൻ ഡീപ്പ് ലേണിംഗിൽ വരുമ്പോഴെന്തായിരിക്കും, ലേൺസ് ഫീച്ചേഴ്സ് ആൻഡ് പാറ്റേൺസ് directly from raw data. So directly raw data ന്ന് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുവാണ് with minimal human guidance, അല്ലെങ്കിൽ minimal human intervention. ഇതാണ് മെയിൻ ആയിട്ട് ഡീപ്പ് ലേണിങ്ങും അതേപോലെ തന്നെ മെഷീൻ ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഡീപ്പ് ലേണിംഗ് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള AI ടെക്നിക്കാണ്. അതിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് വരുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് വരുന്നുണ്ട്. സോ കോംപ്ലക്സ് പാറ്റേൺസിനെ, വലിയ ലാർജ് ഡാറ്റ സെറ്റ് ചെയ്യുന്ന കോംപ്ലക്സ് പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും, ഇവൺ ഇപ്പോൾ എന്താണ് വിഷൻ ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, സ്പീച്ച് ആയിക്കോട്ടെ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡീപ്പ് ലേണിംഗിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻസ് പറഞ്ഞു, ഡിഫറൻസ് പറഞ്ഞിരുന്നു.
ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് പവർഫുൾ AI ടെക്നിക്കാന്ന് പറഞ്ഞിരുന്നു. മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് വരും. സോ ഇതൊക്കെയാണ് എന്താണ് ഡീപ്പ് ലേണിംഗിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. സോ ML-നേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ഇത് വരുന്നത്, ഡീപ്പ് ലേണിംഗ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡാറ്റ സെറ്റ് എടുക്കാം. ഞാൻ ഗ്രോസറീസിന്റെ ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നോ? ഉണ്ടായിരുന്നു. ഉണ്ടല്ല. പുതിയൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഡയമണ്ട് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഡയമണ്ട് പ്രോബ്ലം. ഓക്കെ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ടെൻസർഫ്ലോ എന്ന് പറഞ്ഞ ലൈബ്രറി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെൻസർഫ്ലോ എന്താണെന്ന് പറഞ്ഞത് കേട്ടോ. നമുക്കത് ഇമ്പോർട്ട് ചെയ്യാട്ടിട്ട് നമുക്ക് ടെൻസർഫ്ലോ ഡിസ്കസ് ചെയ്യാം. സോ പിപ്പ് ഇൻസ്റ്റാൾ ടെൻസർഫ്ലോ കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യാം കേട്ടോ. ഇനി ടെൻസർഫ്ലോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓപ്പൺ സോഴ്സ് ഡീപ്പ് ലേണിംഗ് ഫ്രെയിം വർക്ക് ആണ്. ഗൂഗിൾ ബ്രെയിൻ ടീം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിം വർക്ക്, ഡീപ്പ് ലേണിംഗ് ഫ്രെയിം വർക്ക് ആണ് ഇത് ടെൻസർഫ്ലോ എന്ന് പറയുന്നത്. നമ്മൾ മോഡലിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് മോഡൽസിനൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ടെൻസർഫ്ലോനെ ഒരു ടൂൾ ബോക്സ് ആയിട്ട് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. സോ ടൂൾ ബോക്സ് ആകുമ്പോഴെന്താ നമുക്ക് ഡിസൈൻ ചെയ്യാനും അതേപോലെ തന്നെ ട്രെയിൻ ചെയ്യാൻ, ഡിപ്ലോയ് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ന്യൂറൽ നെറ്റ്വർക്ക്സിനെ ഹാൻഡിൽ ചെയ്യാൻ. ഇനി അതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ടെൻസേഴ്സ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ടെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ പോലെ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് പോലെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്. നമ്മളൊരു ഹയർ ഡയമെൻഷൻസ് ഉള്ള മെട്രിക്സ് ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും കൂടി അതിൽ ആഡ് ചെയ്യാറുള്ള നമ്മൾ ML പറഞ്ഞിരുന്നു. നെക്സ്റ്റ് വൺ ആണ് എന്ത് വരുന്നത്, ടെൻസർഫ്ലോ. ടെൻസർഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ്. It is an open source deep learning library അല്ല, സോറി, ഫ്രെയിംവർക്ക് ആണ്. ഫ്രെയിംവർക്ക് ഗൂഗിൾ ബ്രെയിൻ ടീം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഡീപ്പ് ലേണിംഗ് ഫ്രെയിംവർക്ക് ആണ് ഇത് ടെൻസർഫ്ലോ എന്ന് പറയുന്നത്. അതൊരു ഫസ്റ്റ് പോയിന്റ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ഡിസൈൻ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ building and training machine learning and deep learning models. Okay. മെഷീൻ ലേണിങ്ങും അതേപോലെ തന്നെ ഡീപ്പ് ലേണിംഗ് മോഡൽസിനെയും വൈഡായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ടെൻസർഫ്ലോ എന്ന് പറയുന്ന ഫ്രെയിം വർക്ക്. ഓക്കെ. സോ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് പറയുവാണെങ്കിൽ എന്താണ്, വർക്ക്സ് വിത്ത് ടെൻസേഴ്സ് ആണ്. അതായത് വർക്ക് വിത്ത് ടെൻസേഴ്സ്. ടെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ,
A10 A tensor is just like multi-dimensional array. Okay. ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഒരു മെട്രിക്സ് പോലെ ഒരു ഹയർ ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ, മൾട്ടി ഡയമെൻഷണൽ അറേ ലൈക്ക് എ മെട്രിക്സ് അല്ലെങ്കിൽ ക്യാൻ ബി ഹയർ ഡയമെൻഷണൽ അല്ലെങ്കിൽ ഹയർ ഡയമെൻഷൻസ് ഉള്ള ഡയമെൻഷൻസ്. ഓക്കെ. സോ ഹയർ ഡയമെൻഷൻസ് ഉള്ള അറേ അല്ലെങ്കിൽ എന്താണ് ഒരു മെട്രിക്സ്, അതാണ് എന്ത് ടെൻസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0D ടെൻസർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്കെയിലാർ, വെക്ടർ, മെട്രിക്സ്, ഇമേജ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണ് കേട്ടോ. നമ്മൾ സ്കെയിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ മറ്റേ അറേയിൽ പറഞ്ഞല്ലോ, സ്കെയിലാർ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? സ്കെയിലാർ വാല്യൂ നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 1 ഡയമെൻഷൻ അറേനെ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ 2 ഡയമെൻഷൻ അറേനെ ഇങ്ങനെ പറയും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അറേ പോർഷൻ എടുത്ത ടൈമിൽ. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. ഓക്കെ. സോ സ്കെയിലാർ ഇവിടെ നമ്മൾ എന്താണ് ടെൻസർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ 0 ഡയമെൻഷനൽ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. സോ 0D കൊടുത്തിട്ടുണ്ട്. 0D ടെൻസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്തായിരിക്കും? സിംഗിൾ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 കൊടുക്കും. ഓക്കെ, ഇതെന്താണ് സ്കെയിലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ വെക്ടർ. വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1 ഡയമെൻഷനൽ ആയിരിക്കും. 1 ഡയമെൻഷണൽ ടെൻസറിനെയാണ് വെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അതിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആയിട്ട് കൊടുക്കും. 1, 2, 3 എന്നുള്ള രീതിക്ക് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് കൊടുക്കുന്നതാണ് ഇത് 1D ടെൻസർ. അതായത് 1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടി ഡയമെൻഷൻ അതേപോലെ തന്നെ അതിൻ്റെ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഇനി മെട്രിക്സ് ആണെങ്കിലോ എന്താ സ്പെഷ്യാലിറ്റി? 2 ഡയമെൻഷനൽ ആയിരിക്കും. ഓക്കെ, 2 ഡയമെൻഷൻ ടെൻസറിനെയാണ് എന്ത് പറയുന്നത്? മൾട്ടി ഡയമെൻഷൻ അറേക്ക് സിമിലർ ആയിട്ട് വരുന്നതാണ് 2D ടെൻസർ എന്ന് പറയുന്നത്. നമ്മുടെ മെട്രിക്സ് പോലെ തന്നെ. മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താ? 2 സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാവും അല്ലേ? സോ അതേപോലെ തന്നെ 1, 4 വാല്യൂസ്, 2 ദെൻ അഗെയിൻ കോമ കൊടുക്കുന്നുണ്ട്, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്? 3, 4 കൊടുക്കുന്നുണ്ട്. സോ ഈക്വൽ വാല്യൂസ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇത് 2 ഡയമെൻഷണൽ മെട്രിക്സ്. ഓക്കെ, സോ നമ്മൾ 2 ഡയമെൻഷനിൽ കൊടുക്കുമ്പോൾ അത് മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമേജ് ഒക്കെ ആണെങ്കിൽ മേ ബി എന്തായിരിക്കും? 3D ആയിരിക്കും അല്ലേ? 3D ആയിരിക്കും എന്നാൽ. സോ 3D ടെൻസർ, ഹൈറ്റ്, വിഡ്ത്ത്, ചാനൽ, ഇതാണ് ഒരു ഇമേജിന്റെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. സോ ആ കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് വരുന്നതാണ് ഇത് ഇമേജ് എന്ന് പറയുന്നത് കേട്ടോ. ഹൈറ്റ്, വിഡ്ത്ത്, അതേപോലെ തന്നെ ചാനൽസ്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് ആ ഒരു കാറ്റഗറൈസേഷൻ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതാണ് കേട്ടോ. ഇത് കറക്റ്റ് അല്ല എമൗണ്ട്സും കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് കൊടുത്തതാണ്. സ്കെയിലർ എന്താണെന്നും വെക്ടർ എന്താണെന്നും നമ്മൾ ഈ ഡയമെൻഷനാലിറ്റി പറഞ്ഞതുപോലെ തന്നെ മൾട്ടി ഡയമെൻഷണൽ അറേ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. സോ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്കെയിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു 0 ഡയമെൻഷണൽ അറേ, ഒരു സിംഗിൾ വാല്യൂ ഉള്ള 0 ഡയമെൻഷണൽ അറേ നമ്മൾ സ്കെയിലാർ എന്ന് പറയുന്നുണ്ട്. ഒരു 1 ഡയമെൻഷണൽ ആണെങ്കിൽ അതിനെ നമ്മൾ വെക്ടർ എന്ന് പറയും. 2 ഡയമെൻഷണൽ ആണെങ്കിൽ മെട്രിക്സ് എന്ന് പറയാം. ദെൻ 3 ഡയമെൻഷനൽ ആണെങ്കിൽ എന്താണ്? 3 ഡയമെൻഷണൽ ടെൻസർ ആണെങ്കിൽ അതൊരു ഇമേജ് സ്ട്രക്ചർ പോലെയായിരിക്കും. ലൈക്ക് 3D ഇമേജ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ ആ ഒരു പാറ്റേണിലായിരിക്കും. സോ അതിൽ ഹൈറ്റ് ഉണ്ടാവും, വിഡ്ത്ത് ഉണ്ടാവും, അതേപോലെ തന്നെ ചാനൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ടെൻസർ ഫ്ലോ നെയിം എവിടെന്നാ വന്നതെന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് ടെൻസേഴ്സ് ത്രൂ എ ഗ്രാഫ്. ആ ഒരു വേർഡിൽ നിന്നാണ് എന്ത് വന്നത്? ടെൻസർ ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു വേർഡിലേക്ക് ലൈക്ക് ഫൈനലൈസ് ചെയ്തത് കേട്ടോ. ഫ്ലോ ഓഫ് ടെൻസേഴ്സ് ത്രൂ എ ഗ്രാഫ്, അതാണ് എന്ത് ടെൻസർ ഫ്ലോ എന്ന് പറയുന്ന നെയിം കിട്ടാൻ കാരണം. ആ ഒരു വേർഡ്, ആ ഒരു സെന്റൻസിൽ നിന്നാണ് ടെൻസർ ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു നെയിമിലേക്ക് എത്തിയത്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഗ്രാഫ് എന്ന് പറയും. ലൈക്ക് ടെൻസർ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാഫ്,
നമുക്കൊരു ഗ്രാഫ് ഓഫ് ഓപ്പറേഷൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു ഫ്രെയിം വർക്ക് ആണ്. ലൈക്ക് നമുക്ക് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ന്യൂറോൺ നെറ്റ്വർക്ക് ലെയേഴ്സ് ഒക്കെ നമുക്ക് ഈസിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഗ്രാഫ് എക്സിക്യൂഷൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒന്നില്ലെങ്കിൽ CPU അല്ലെങ്കിൽ GPU, ഇതൊക്കെ എന്താണ് മെമ്മറീൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. CPU, GPU അല്ലെങ്കിൽ TPU ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗൂഗിളിൻ്റെ സ്പെഷ്യൽ ചിപ്സ് ആണ് ഇതൊക്കെ. സോ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ അത് ആഡ് ചെയ്തിട്ടില്ല അല്ലേ. കമ്പ്യൂട്ടേഷൻ ഗ്രാഫ്. TensorFlow builds a graph of operations like addition, subtraction, addition, multiplication, അതേപോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക് layers. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കമൻറ്റ് ചെയ്തിട്ടാട്ടോ. നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ കിടക്കാം. ഒരു 5 പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത്. സോ ഈ ന്യൂറൽ ലെയേഴ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രാഫ് ആയിരിക്കും. ദെൻ ദിസ് ഗ്രാഫ് is executed efficiently on CPUs. അതേപോലെ GPU ഉണ്ട്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് GPUs ഓർ TPU. അതതിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. സോ ഇതിലൊക്കെയാണ് നമ്മൾ മെയിൻലി കമ്പ്യൂട്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാറ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോം, ലൈക്ക് പ്ലാറ്റ്ഫോം മീൻസ് എന്താണ്, നമ്മുടെ ഏതൊരു OS വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് മൊബൈൽ ഡിവൈസസിൽ, വെബ് ബ്രൗസേഴ്സിൽ അല്ലെങ്കിൽ ക്ലൗഡ് സെർവേഴ്സിൽ, PCസിൽ, ലാപ്ടോപ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്യാൻ പറ്റും കേട്ടോ മോഡൽസിനെ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്. സോ യു ക്യാൻ റൺ മോഡൽസ് ഓൺ ഇതാണ് PCസിൽ, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്സ്, ഇതേപോലെ മൊബൈൽ ഡിവൈസസ്. സോ മൊബൈൽ ഡിവൈസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേർഷൻസ് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. സോ TensorFlow ലൈറ്റ് ആയിരിക്കും നമ്മൾ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന വേർഷൻ. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം, വെബ് ബ്രൗസേഴ്സിൽ യൂസ് ചെയ്യാം. അവിടെ വെബ് ബ്രൗസറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, TensorFlow.js വേണം. സോ TensorFlow.js ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് വെബ് ബ്രൗസേഴ്സിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലൗഡ് സെർവേഴ്സിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, TensorFlow നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഹൈ ലെവൽ API ആണ് എന്ത് വരുന്നത്, ഇത് കീറാസ്. അതാണ് നമ്മളിവിടെ TensorFlowയിൽ യൂസ് ചെയ്യുന്നത്. സോ അതിൽ തന്നെ ബിൽറ്റിൻ ആയിട്ട് കീറാസ് വരുന്നുണ്ട്. ഹൈ ലെവൽ എന്താണ് API മീൻസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ആണ് എന്ത് API എന്ന് പറയുന്നത്. സോ കീറാസ് ബിൽറ്റിൻ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ TensorFlow comes with
കേരാസ് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള API ആണ്. നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ കുറച്ച് ലൈൻ ഓഫ് കോഡ് കൊണ്ട് നമുക്കിത് ന്യൂറൽ നെറ്റ്വർക്കിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അധികം ലെങ്തി കോഡ് കൊടുക്കാതെ അല്ലെങ്കിൽ ലെങ്തി ക്വറി കൊടുക്കാതെ മിനിമൽ ആയിട്ടുള്ള ക്വറി വെച്ചിട്ട് നമുക്കൊരു ന്യൂറൽ നെറ്റ്വർക്കിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് കീരാസിന്റെ അഡ്വാൻറ്റേജസ്. യൂസർ ഫ്രണ്ട്ലി API for building neural networks with just a few lines of code. Okay. സോ ഇതൊക്കെയാണ് മെയിൻ അഡ്വാൻറ്റേജസ് വരുന്നത്. ദെൻ സ്കെയിലബിൾ ആണ്, പ്രൊഡക്ഷൻ റെഡി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു സ്കെയിലിൽ നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ടെൻസർഫ്ലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രോട്ടോടൈപ്പിങ്ങിനും അതേപോലെ തന്നെ ഒരു സ്കെയിലിൽ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ നമുക്കത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് 5th പോയിന്റ് വരുന്നത്. സ്കെയിലബിൾ ആൻഡ് production ready. Suitable for both research, അതായത് prototyping and production. Production means നമ്മൾ ഒരു സ്കെയിലിൽ നമ്മളത് ഡിപ്ലോയ് ചെയ്യാന്നുള്ളതാണ്. Deployment at the scale. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നത്. ദെൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റെപ്പും കൂടെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് പറഞ്ഞത്. നമ്മൾ അതായത് 1 ഡയമെൻഷണൽ ടെൻസറിനെ വെക്ടർ എന്ന് പറയും. അതേപോലെ 2 ഡയമെൻഷണലിനെ എന്താ പറയും, മെട്രിക്സ് എന്നൊക്കെ പറയുന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ അതേപോലെ തന്നെ നമുക്ക് 2 ഡയമെൻഷണലിനെ 1 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലാറ്റണിങ് എന്ന് പറയുന്നത്. ദെൻ ഹിഡൻ ലെയേഴ്സിനെ നമ്മൾ ഡെൻസ് ലെയേഴ്സ് എന്ന് പറയും കേട്ടോ. അത് നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതൊക്കെയാണ് എന്ത് ടെൻസർ ഫ്ലോവിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമ്മൾ ഡയമണ്ട് പ്രോബ്ലം ആണ് എടുത്തിട്ടുള്ളത്. അത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡാറ്റയാണെന്ന് നമുക്ക് എടുത്ത് നോക്കണം. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടുന്ന ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കാം. സോ ഇവിടെ എന്ത് കൊടുക്കുക, ഇമ്പോർട്ട് pandas spd. അതേപോലെ വേറെ നമ്മൾ ലേബിൾ എൻകോഡർ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കാം. അതേപോലെ തന്നെ മാറ്റ്പ്ലോട്ട് ലിബും കൂടി ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കാം. ഫ്രം sklearn dot pre-processing import കൊടുക്കാം. ലേബിൾ എൻകോഡർ അതേപോലെ ഫ്രം sklearn dot കൊടുക്കാം മോഡൽ സെലക്ഷൻ import കൊടുക്കുക ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. then matplotlib import matplotlib dot pyplot spl. then നമുക്ക് ടെൻസർഫ്ലോനെ യൂസ് ചെയ്യണം. സോ ഇമ്പോർട്ട് കൊടുക്കാം. ഇമ്പോർട്ട് കൊടുക്കുക ടെൻസർഫ്ലോ. നിങ്ങളത് അബ്രിവേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, TF ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ കീരാസിന്ന് നമുക്ക് മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സീക്വൻഷ്യൽ ആണ്. ദെൻ ഓരോ ലെയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യണം, ഡെൻസ് യൂസ് ചെയ്യണം. നേരത്തെ പറഞ്ഞല്ലോ. സോ ഓരോ ലെയർ ബൈ ലെയർ എത്ര ഡെൻസ് ആണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ദെൻ അതേപോലെ ഒരു ഒപ്റ്റിമൈസർ വേണം. ഒപ്റ്റിമൈസർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നെക്സ്റ്റ് ഡേ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇമ്പോർട്ട്സ് ഒന്ന് കംപ്ലീറ്റ്ലി ചെയ്ത് വെക്കുന്നുണ്ട്.
ഫ്രം കൊടുക്കുന്നുണ്ട് ടെൻസർഫ്ലോ ഡോട്ട് കീറാസ് ഡോട്ട് കൊടുക്കുക, മോഡൽസ് കൊടുക്കുക, ഇമ്പോർട്ട് sequential from skleton dot keras dot കൊടുക്കുക, layers കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ട് കൊടുക്കുക, നമ്മൾ ഡെൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറഞ്ഞത് നമ്മൾ ഒപ്റ്റിമൈസർ ആണ്. നമുക്ക് ഒരു ഒപ്റ്റിമൈസർ യൂസ് ചെയ്യേണ്ടി വരും. സോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ആഡം ഒപ്റ്റിമൈസർ ആണ് കേട്ടോ. ആഡം. സോ ഫ്രം ടെൻസർഫ്ലോ ഡോട്ട് keras dot optimizers import ആഡം കൊടുക്കാം. ദെൻ ഇതൊന്ന് റൺ ചെയ്യാം. ബോക്സ് റൺ ആവട്ടെ. നമുക്ക് അപ്പോഴേക്കും എന്ത് ചെയ്യാം, ഡാറ്റ ഫ്രെയിമിനെ ക്രിയേറ്റ് ചെയ്യാം. സോ ഡാറ്റ ഈക്വൽസ് എന്ത് കൊടുക്കുക, പി ഡി ഡോട്ട് റീഡ് അണ്ടർസ്കോർ CSV ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, diamond.csv. then അല്ലെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫയലിൻ്റെ നെയിം ഡയമണ്ട്, അതെ. സോ diamond.csv കൊടുത്തിട്ടുണ്ട്. നമുക്കതിട്ട് ഡാറ്റ ഒന്ന് ഇട്ട് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഡാറ്റ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊന്ന് റൺ ആവട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഇങ്ങനത്തെ ടൈപ്പ് ആണെന്നനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് വേണം ട്രീറ്റ് ചെയ്യാം. സോ skleton ഡോട്ട് keras, ഇവിടെ skleton അല്ല, ടെൻസർഫ്ലോ. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാണ് ഓരോ ഡയമണ്ടിന്റെ ക്യാരറ്റ് വെയിറ്റ്, കട്ട്, കളറ്, ക്ലാരിറ്റി, പോളിഷ്, സിമെട്രി, അതിന്റെ റിപ്പോർട്ടൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുവാണ്, ഇതിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുവാണ് ചെയ്യുന്നത്. സോ പ്രൈസിന്റെ കോളം കണ്ടാലേ അറിയാം നമുക്ക് എന്താണ്, ഒരു റിഗ്രഷൻ ഡാറ്റയാണ്. സോ ഞാനിവിടെ ഫയൽ നെയിം ഒന്ന് ചേഞ്ച് ആക്കുന്നുണ്ട്, ഡയമണ്ട് പ്രോബ്ലം. ഒരു റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ടാർഗറ്റ് കോളം എന്താണ്, അപ്പോൾ നമ്മുടെ പ്രൈസ് ആണ് നമ്മുടെ ടാർഗറ്റ് കോളം വരുന്നത്. സോ ഇവിടെ കുറച്ച് കാറ്റഗറിക്കൽ കോളംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹാൻഡിൽ ചെയ്യണം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് കൊടുക്കുക, സമ്മ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക, ദെൻ റൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒരു കോളത്തിൽ പോലും നൾ വാല്യൂസ് ഇല്ല എന്ന് നമുക്ക് ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ് ന്യൂമറിക്കലായിട്ടും ബാക്കി ഏതൊക്കെയാണ് കാറ്റഗറിക്കലായിട്ടും ഉള്ളതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഡാറ്റ ഡോട്ട് എന്ത് കൊടുക്കുക, ഡി ടൈപ്സ് കൊടുക്കുക, ദെൻ റൺ ചെയ്ത് നോക്കുക. എന്താണ് കൂടി നമ്മുടെ ടാർഗറ്റ് കോളവും അതേപോലെ തന്നെ ക്യാരറ്റ് റേറ്റും മാത്രമാണ് ന്യൂമറിക്കൽ ഉള്ളത്. ബാക്കി കട്ട്, കളർ, ക്ലാരിറ്റി, പോളിഷ്, സിമെട്രി, റിപ്പോർട്ട് ഇതൊക്കെ എന്താണ് കാറ്റഗറിക്കൽ കോളംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 6 കോളംസും ബാക്കി റിമൈനിങ് ആയിട്ടുള്ള അത് 8 കോളംസ് ആണുള്ളത്. അതിൽ 6 എണ്ണം എന്താണ് കാറ്റഗറിക്കൽ കോളംസ് ആണ് അല്ലേ. സോ ഈ ഒരു 6 കോളംസിന് എന്ത് ചെയ്യണം, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ട്. സോ നമ്മൾ അതിന് ഇവിടെ യൂസ് ചെയ്യുന്നത് ലേബൽ എൻകോഡർ ആണ്. നിങ്ങൾക്ക് വേറെ ഏത് ടെക്നിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സോ le_cut ഈക്വൽസ് കൊടുക്കുന്നുണ്ട്, ലേബൽ എൻകോഡർ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, കട്ട് കൊടുക്കുക. ദെൻ അതിന് ശേഷം ഈക്വൽസ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ പേര് le_cut ഡോട്ട് ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കുക, ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, എഫ് കൊണ്ട് ദെൻ എന്ത് ചെയ്യുക, ഈ സെയിം സംഭവം തന്നെ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ടൈപ്പ് ചെയ്താലും മതി. ഇപ്പൊ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിട്ട് ഇപ്പൊ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടു മാത്രം. എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ കളറിനും നെക്സ്റ്റ് ലെവൽ ആൻഡ് ബോർഡർ ക്രിയേറ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതങ്ങ് കോപ്പി ചെയ്യുന്നുണ്ട്. കോളം നെയിം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. പേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഈ 6 കോളംസിനെയും ലേബൽ ആൻഡ് ബോർഡർ കൊടുത്തിട്ട് കംപ്ലീറ്റ്ലി എന്താക്കാം, ന്യൂമറിക്കൽ ആക്കാം. രണ്ട് കോളംസ് ആയിട്ടുണ്ട്. ദെൻ അതേപോലെ 3, 4, 5, ഓക്കെ. സോ കളർ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, ക്ലാരിറ്റി ആണ്. സോ ക്ലാരിറ്റിക്ക് അതുപോലെ ഓരോ കോളത്തിന്റെ നെയിമും അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെയും എന്ത് ചെയ്യാ, ചേഞ്ച് ആക്കാം. ഓക്കെ, കട്ട് കളർ ക്ലാരിറ്റി. ദെൻ നെക്സ്റ്റ് കോളം വരുന്നത് എന്താണ്, പോളിഷ് ആണ്. സോ അത് കോപ്പി ചെയ്യാം. പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഒബ്ജക്റ്റിന്റെ നെയിം ചേഞ്ച് ചെയ്യുന്നില്ലേന്ന് ഉറപ്പ് വരുത്തിക്കോളാം കേട്ടോ. പേസ്റ്റ് ചെയ്യാതെ ഇവിടെയും ചേഞ്ച് ചെയ്യാം. പോളിഷ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, സിമെട്രി ആണ്. സിമെട്രി കോപ്പി ചെയ്യുന്നത്. ദെൻ നമ്മുടെ ലാസ്റ്റ് കോളം റിപ്പോർട്ടും കൂടി കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കംപ്ലീറ്റ് കോളംസിനെ നമുക്ക് എന്ത് മാറ്റാം, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ കളർ മാറ്റിയിട്ട് എന്താക്കുന്നുണ്ട്, റിപ്പോർട്ട് ആക്കുന്നുണ്ട്. ദെൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം. എന്ത് ചെയ്യുക, ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഡി ടൈപ്സ്. ഓക്കെ, സോ എൻ്റെ ഡാറ്റയെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, എക്സിനെയും വൈനെയും നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ എന്ത് കൊടുക്കുക, ട്രെയിനിങ്, അതായത് ഫീച്ചേഴ്സും ടാർഗറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ദെൻ അതിന് ശേഷം അതായത് എക്സും വൈയും കൊടുക്കുക, ഫീച്ചേഴ്സ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കണം. ദെൻ ഷേപ്പ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ ക്രിയേറ്റ് ചെയ്യാം. സോ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇന്ന് ജസ്റ്റ് ഡീപ് ലേണിംഗ് എന്താണെന്ന് നോക്കുക, ടെൻസർഫ്ലോ എന്താണെന്ന് നോക്കുക. ഈ ഒരു ഡാറ്റ സെറ്റ് ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കും കേട്ടോ. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ബിക്കോസ് പുതിയൊരു ടോപ്പിക് അല്ലേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരും, നോർമലാണ്. ഓക്കെ, താങ്ക് യു.